ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ബ്ലോഗാണ്. നമ്മളെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം, സൺഡേ നമുക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ആയിരിക്കും കറി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചിക്കന് കറി വെച്ചു. രാവിലെ കാപ്പിക്കും പിന്നെ ഉച്ചയ്ക്കത്തെ ഊണിനും ചിക്കനാണ് കേട്ടോ. അത് ഒരുമിച്ച് ഒരു കറിയിട്ടങ്ങ് വെക്കും. അപ്പോൾ ഞാൻ കുറേ നാളുടെ ഇപ്പോൾ സൺഡേ ബ്ലോഗാണ് എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് സൺഡേയിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസം അബിക്കുട്ടിന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഒരേ തിരക്കാണ്. പിന്നെ ജിത്തൂട്ടിനെ അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അതെല്ലാം കാരണം എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ കുറച്ചിരിക്കുകയാണ്. ഷോർട്ട് വീഡിയോയും ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അതിനും സമയമൊന്നും തികയുന്നില്ല. നമ്മളെ ജിത്തൂട്ടൻ ഒരു പരിവായതിന് ശേഷം മാത്രമേ എനിക്കിനി വീഡിയോയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും ചിക്കൻ കറിയാണ് രാവിലെ, കൂടെ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്ക ഞായറാഴ്ച ഇങ്ങനെയാണ് നമ്മൾ കൂടുതലും ചിക്കനാണ് എടുക്കാറുള്ളത്. ബീഫ് അബിക്കുട്ടന് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഞായറാഴ്ച ചിക്കൻ എടുക്കുന്നത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ചിക്കൻ വറുക്കുവാണ്. ഇതിൻ്റെ മസാലയൊക്കെ പെട്ടെന്ന് സൈഷേട്ടനാണ് കേട്ടോ. അപ്പോൾ 2 കാലെന്ന് വെച്ചാൽ എനിക്കും പിന്നെ അബിക്കുട്ടനാണ്. സൈഷേട്ടനും ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആണ് സൈഷേട്ടൻ കഴിക്കുന്നത്. അതിനുശേഷം അബിക്കുട്ടനുള്ള ചിക്കൻ പീസ് എടുത്ത് വെച്ചു കൊടുത്തു. മുന്നിൽ ഒരാൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ജിത്തൂട്ടൻ കേട്ടോ. അബിക്കുട്ടന് ഭയങ്കര വികൃതിയാണ്. ജിത്തൂട്ടന് ഭയങ്കര കുസൃതിയും അതുപോലെ തന്നെ ഭയങ്കര അക്രമമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചതൊന്നുമല്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ, രണ്ടാമത്തെ കുട്ടികൾ ഇത്തിരി വിളച്ചിലാണല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചു. അബിക്കുട്ടൻ എനിക്ക് വളർത്തിയെടുക്കാൻ ഒരു പാടില്ലായിരുന്നു. പക്ഷേ ജിത്തൂട്ടൻ എന്നെ നട്ടം തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വീട്ടു ജോലികളും പിന്നെ ഈ ജിത്തൂട്ടിനെ മേയ്ക്കുന്ന എല്ലാം കൂടെ കൊണ്ട് ഞാനൊരു പരുവായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ കാലും എടുത്തിട്ട് കഴിക്കുവാണ്. നമ്മൾ വേറെ കറിയൊന്നും വെച്ചില്ല കേട്ടോ, നമുക്ക് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ സൈഷേട്ടനും അബിക്കുട്ടനൊക്കെ ചോറ് കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഷേട്ടനാണെങ്കിൽ നമുക്ക് പായസം മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ GRBയുടെ പായസം മിക്സ്, ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ആണ്. അത് സൈഷേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പാക്കറ്റിൽ നമുക്ക് ധാരാളമാണ്. എനിക്ക് സൈഷേട്ടൻ മാത്രം മതിയല്ലോ. പിന്നെ അപ്പുറത്ത് അമ്മയ്ക്കൊക്കെ ഇത്തിരി കൊടുക്കണം. അപ്പോൾ അതിനൊരു പാക്കറ്റ് ധാരാളം. അപ്പോൾ ഞാനിതേ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിക്സ് കണ്ടോ, നമുക്ക് അതിലൊന്നും ചേർക്കണ്ട. നമ്മൾ പാല് മേടിച്ച് തിളപ്പിച്ച് ഈ മിക്സ് ചെയ്യുന്നത് അതിലോട്ട് ഇട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എല്ലാം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അതിൽ തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പ്രത്യേകം വേറെ മേടിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലോട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ സാധാ പാൽ ഒഴിച്ചപ്പോൾ ഇത്തിരി കുറുകിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെയും മറ്റേ നമ്മൾ കവർ പാലുണ്ടല്ലോ, അതിൻ്റെ പശുവിൻ പാൽ, അതിൻ്റെ നല്ല ടേസ്റ്റായിരുന്നു. ലാസ്റ്റ് നമ്മളിതേ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നിലക്കടലയും കൂടെ മേടിച്ചു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും വറുത്ത് നെയ്യിൽ കോരിയിട്ടു. അതിനുശേഷം മുന്തിരിങ്ങ നെയ്യിലിട്ട് വറുക്കുവാണ്. അപ്പോൾ ഈ മുന്തിരിങ്ങ ഇടുമ്പോൾ തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട്. അത് ഒരു നല്ല ഭംഗിയാണ് അത് കാണുന്നത്. ഇത് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ടല്ലോ അത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മുന്തിരിങ്ങയും പിന്നെ ബാക്കി വന്ന നെയ്യുടെ പായസത്തെ ഒഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ സാധാ പായസം വയ്ക്കുന്ന ഇതും വ്യത്യാസമുണ്ട്. കാരണം ഇതിൽ എത്ര ഇത് ചേർത്താലും, നമ്മൾ പാലൊക്കെ ചേർത്താലും നല്ല മധുരമായിരിക്കും കേട്ടോ. ആ മിക്സിൽ വരുന്നത് നല്ല മധുരമാണ്. അങ്ങനെ നമ്മൾ പായസമൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് സൈഷേട്ടൻ പായസം ഒരു ഗ്ലാസ് ചോദിച്ചു. സൈഷേട്ടന് വേണ്ടിയാണ് ഞാൻ ഒരു ഗ്ലാസ് പായസം ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരു കുഞ്ഞ് ബൗളിലാണ് ഒഴിച്ച് കഴിച്ചത്. ആദ്യം ഞാനും ജിത്തൂട്ടനുമായിട്ട് കഴിച്ചു. പിന്നെ സത്യം പറയില്ല, അബിക്കുട്ടന് ഈ വെള്ളപ്പായസം ഇഷ്ടമേ അല്ല കേട്ടോ. അവന് അടപ്പായസമാണ് ഇഷ്ടം. അവന് അങ്ങനെ പായസം അങ്ങനെ കഴിക്കുന്ന ആളല്ല കേട്ടോ. പിന്നെ ജിത്തൂട്ടനാണെങ്കിൽ എന്തും കഴിച്ചോളൂ. അപ്പോൾ ജിത്തൂട്ടന് ഞങ്ങൾ പായസം കൊടുത്ത് ഞാനും പായസം കഴിച്ചു. അബിക്കുട്ടൻ തൊട്ടതേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്ത് അമ്മയുടെ വീട്ടിലും കൊടുത്തു കേട്ടോ, അനിയൻ്റെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ഞായറാഴ്ച പോകാറുള്ള നമ്മുടെ ചിറ്റയുടെ വീട്ടിലോട്ട് പോവുകയാണ്, സൈഷേൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ. നമ്മൾ മിക്ക ഞായറാഴ്ച അവിടെ പോയിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതൊരു രസമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ എനിക്കും ഒരുമാതിരിയാണ്. അപ്പോൾ ഈ സൺഡേയിലെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. താങ്ക് യു.